ഹലോ ഹായ്, ഞാൻ നൗഷാദ്. റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റംബൂട്ടാൻ കായ്ച്ചിട്ട് കണ്ടില്ലേ നിങ്ങൾ. ഇന്ന് റംബൂട്ടാൻ്റെ വിളവെടുപ്പാണ്. ഇനി ഇത് വെക്കാൻ പറ്റില്ല, വെച്ച് കഴിഞ്ഞാൽ കിളികൾ കൊത്തിക്കൊണ്ടുപോകും. അപ്പം അതിനു മുമ്പായി നമ്മുടെ ഈ റംബൂട്ടാൻ ഇന്ന് വിളവെടുപ്പാണ്. അപ്പം ഇത് ഒരു ചെറിയൊരു 3 വർഷം മാത്രം പ്രായമായ ഒരു തൈ നിങ്ങളുടെ ഒന്ന് കാണിച്ചു തരുന്നതാണ്. നന്നായിട്ട്, അതായത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ റംബൂട്ടാൻ കായ്ച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ രീതിയിൽ നമുക്ക് റംബൂട്ടാൻ കായ്പ്പിച്ചെടുക്കാൻ പറ്റുന്നത്? അതുപോലെ പലവരുടെയും സംശയമാണ്, റംബൂട്ടാൻ പൊഴിഞ്ഞു പോകുന്നുണ്ട്. ഒരുപാട് ആൾ എന്നെ വിളിക്കുന്നുണ്ട്, പക്ഷെ പൊഴിഞ്ഞു പോകുന്നുണ്ട്, റംബൂട്ടാൻ കിട്ടുന്നില്ല എന്നുള്ളത്. അതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്പം എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റംബൂട്ടാൻ്റെ പരിചരണം എന്താണ്, എങ്ങനെയാണ് വളപ്രയോഗം ചെയ്യേണ്ടതൊക്കെ ഉള്ള അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾ നമ്മുടെ റംബൂട്ടാൻ്റെ തൈ കായ്ച്ചത് കണ്ട എന്തൊരു ഭംഗിയല്ലേ. നമ്മുടെ ഈ ഒരു വീട്ടിലൊക്കെ ഇങ്ങനെ ഒരു റംബൂട്ടാൻ ഇങ്ങനെ കായ്ച്ചിട്ട് നമ്മുടെ ഈ ഒരു ചുവപ്പ് കളറിൽ ഇങ്ങനെ കായ്ച്ചിട്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. കാരണം ഒരു ചെടി രൂപത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സംതൃപ്തിയാണ്. ഇത് ഞാൻ എൻ്റെ നഴ്സറിയിൽ കായ്ച്ചതാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ റംബൂട്ടാൻ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ഇതിന് വളപ്രയോഗം ചെയ്യേണ്ടത് എന്നൊക്കെ ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാനിത് പറഞ്ഞു തരാം. അതായത് ഞാൻ ഇതിൻ്റെ മുമ്പ് എൻ്റെ ഈ ചാനലിൽ ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അപ്പം ഇതൊരു കാണാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞു തരാം. അതായത് നമ്മളൊരു റംബൂട്ടാൻ്റെ തൈ നിലത്ത് സെറ്റ് ചെയ്യാൻ, പരമാവധി നിലത്ത് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചിലവരൊക്കെ ഇത് ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഡ്രമ്മിലൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5-10 കായ്കളെ നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ നിലത്ത് സെറ്റ് ചെയ്താൽ മാത്രമേ റംബൂട്ടാൻ, അതുപോലെ അബിയു, മാങ്കോസ്റ്റിനൊക്കെ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് പഴങ്ങൾ ലഭിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് മാവിൻ്റെ ചില വെറൈറ്റികളൊക്കെ നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്യാം. അപ്പം അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് അടുത്ത് തന്നെ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഓളുന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മളൊരു റംബൂട്ടാൻ്റെ തൈ നിലത്ത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വലിയ തൈ തന്നെ നമ്മൾ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 5 അടിയൊക്കെ ആയിട്ടുള്ള തൈകൾ തന്നെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒറിജിനൽ NITയുടെ തൈ തന്നെയാണോ, അത് ബെഡിങ് തൈ തന്നെയാണോ എന്നുള്ളത് വിശ്വാസമുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മളത് നിലത്ത് സെറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 2 അടി താഴ്ചയും 2 അടി വീതിയുള്ള കുഴി എടുക്കുക. നന്നായിട്ട് വരുമ്പോൾ ഒരു കുഴി തന്നെ എടുക്കുക. അതിലേക്ക് നമ്മൾ ഡോളോമേറ്റോ, കുമ്മായമോ, ഒരു 200-250 ഗ്രാം കുമ്മായമോ അല്ലെങ്കിൽ ഡോളോമേറ്റോ നമ്മൾ ആ കുഴിയിലേക്കും കരക്കട്ട മണ്ണിലേക്കും ഒന്ന് ഇട്ട് കൊടുക്കുക, വിതറി കൊടുക്കുക. ആ മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 10 ദിവസം വെയിറ്റ് ചെയ്യുക. അതായത് കുമ്മായമാണെങ്കിൽ നമ്മളൊരു 10 ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യണം. ഡോളോമേറ്റ് ആണെങ്കിൽ നമ്മളൊരു 5-6 ദിവസം വെയിറ്റ് ചെയ്താൽ മതി. അതായത് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അതായത് ആ മണ്ണിൻ്റെ pH ബാലൻസ് ചെയ്യാനാണ് നമ്മുടെ കുമ്മായമോ ഡോളോമേറ്റോ ഇടുന്നത്. മണ്ണിൽ പുളിപ്പ് രസം ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾക്ക് അത് വലിച്ചെടുക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. അതായത് pH ബാലൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ അതിൻ്റെ വേരുകൾ വലിച്ചെടുക്കുകയുള്ളൂ, തൈകൾ നല്ല തഴച്ച് വളരുകയുള്ളൂ, പെട്ടെന്ന് നമുക്ക് കൂമ്പെടുത്ത് കിട്ടുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുമ്മായമോ ഡോളോമേറ്റോ വിട്ട് ആ മണ്ണിൻ്റെ pH ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ കുഴിയിലേക്ക് നമ്മൾ വളപ്രയോഗം ചെയ്യരുത്. നമ്മൾ അതിലാണ് കരക്കിട്ട മണ്ണിലേക്ക് കുമ്മായിട്ട് കൊടുക്കാൻ പറയുന്നത്. ആ കരക്കിട്ട മണ്ണിലേക്ക് തന്നെ മിനിമം ഉണങ്ങിയ ഒരു 2 കൊട്ട ചാണകപ്പൊടിയും 1 കിലോ എല്ലുപൊടിയും 1/2 കിലോ വേപ്പും പിണ്ണാക്കും ഇട്ട് ആ മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ മണ്ണ് കംപ്ലീറ്റ് കുഴിയിലേക്ക് തട്ടിയിട്ട് കൊടുക്കുക. ചിലവർ ചെയ്യുന്നത് എന്താ, ഇതിലേക്ക് അടിവളമായിട്ട് ഒരുപാട് ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ അടിയിലിട്ട് കൊടുത്ത് മുകളിൽ മണ്ണിട്ട് കൊടുത്ത് തൈകളെ വെക്കും. അപ്പോൾ പെട്ടെന്ന് അതിന് വേരുകൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അതിന് വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുകയുള്ളൂ. അതായത് വേരുകൾ അടിയിലേക്ക് എത്തണം, ഈ വളത്തിൻ്റെ അടുത്തേക്ക് എത്തിയാൽ അപ്പോഴത്തേക്ക് ഒരു 5-6 മാസം കഴിയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി. നമ്മളിത് കൊടുത്ത പാട് തന്നെ ഇതിലേക്ക് നമ്മുടെ വളം കിട്ടണമെങ്കിൽ നമ്മുടെ ഈ pH ഒക്കെ ബാലൻസ് ചെയ്ത് തൈകൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ 4 വേരുകൾ വളരുകയും അത് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കുകയും തൈകൾ ഉഷാറായി കിട്ടുകയും ചെയ്യും. ഒരു 2-2.5 വർഷം കൊണ്ട് തന്നെ ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഈ മിക്സ് ചെയ്ത മണ്ണിനെ കംപ്ലീറ്റ് കുഴിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുഴി മൂടിയതിന് ശേഷം ഈ ഗ്രോ ബാഗ് എത്ര വലുപ്പമുണ്ടോ ആ വലുപ്പത്തിനനുസരിച്ചിട്ട് പിള്ളക്കുഴി എടുക്കുക. തൈര് സെൻറ്റർ നോക്കി ബാലൻസ് ചെയ്ത് സെറ്റ് ചെയ്യുക. ആ ബെഡ് എപ്പോഴും മുകളിലായിരിക്കണം. ചെറിയൊരു തടം എടുത്ത് കൊടുക്കുക. തടം എടുത്ത് കൊടുത്തതിന് ശേഷം നനക്കാൻ വേണ്ടിയിട്ട്, മഴയില്ലാത്ത സമയങ്ങളിൽ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു തടം എടുത്ത് കൊടുക്കുക. കരിയിലകളൊക്കെ നമ്മൾ വാരി അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്ത് ഒരു തണുപ്പ് ഒന്നുണ്ടാക്കി കൊടുക്കുക. അതിനുശേഷം തെക്കൻ വെയിൽ പോലുള്ള വെയിലുകൾ അടിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചെറിയൊരു മറ നമ്മുടെ ഓല കൊണ്ടോ എങ്ങനെയെങ്കിലും, അതായത് 3 മണിക്ക് ശേഷമുള്ള വെയിലുകൾ ഡയറക്റ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു, നമ്മുടെയൊക്കെ പണ്ടൊക്കെ ഈ കുരുമുളകിനൊക്കെ നമ്മൾ ഈ തെക്കൻ വെയിലടിക്കുന്നതിന് പൊതയിട്ട് കൊടുക്കുന്നില്ല, അതുപോലെ രീതിയിൽ തെക്കൻ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് പൊതയിട്ട് കൊടുക്കുക. നമ്മുടെ ഈ ജൂൺ മാസമോ അല്ലെങ്കിൽ മെയ് ലാസ്റ്റ് ഈ മഴക്കത്താണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിത് ചെയ്താൽ മാത്രം മതി. അത് പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടിക്കോളും.
പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നാമത്തെ വർഷം നമ്മൾ എല്ലാ വളപ്രയോഗവും ചെയ്തു, നമ്മൾ സെറ്റ് ചെയ്തു, പ്ലാന്റ് സെറ്റ് ചെയ്തു. പിന്നീട് നമ്മൾ ഒരു വളപ്രയോഗം ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ രണ്ടാമത്തെ വർഷം നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ടതുണ്ട്. അത് വളപ്രയോഗം എങ്ങനെ ചെയ്യണം? നമ്മളൊരു ചെറിയൊരു തടം എടുക്കുക. അതായത് ഒരു 2 അടി 2.5 അടി അകലത്തിൽ വേരിൽ നിന്ന് കുറച്ച് മാറി ചെറിയൊരു തടം, കുറച്ച് മണ്ണ് നീക്കി കൊടുക്കുക. മണ്ണ് നീക്കി കൊടുത്തതിന് ശേഷം ഒരു കൊട്ട ചാണകപ്പൊടിയും ഒരു 1/2 കിലോ എല്ലുപൊടിയും 250 വേപ്പും പിണ്ണാക്കും റൗണ്ടിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടെ മണ്ണും കൂടി അതിൽ വാരിയിട്ട് കുറച്ച് കരിയിലയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് വെക്കുക. അത് പിന്നീട് നമ്മൾ രണ്ടാമത്തെ വർഷവും വളപ്രയോഗം നന്നായിട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് വേരുകൾ നന്നായിട്ട് വളരുകയും തൈകൾ തഴച്ച് വളരുകയും തൈകൾ ബുഷായി വളരുകയും ചെയ്യും. നമ്മൾ അത്യാവശ്യം നേരെ പോകുന്ന തൈകളാണെങ്കിൽ ഒന്ന് തലപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുത്തു, ഒന്ന് ശിഖരങ്ങൾ പൊട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിച്ച് കൊടുക്കുക. ഇത് മാത്രമേ നമ്മൾ രണ്ടാമത്തെ വർഷം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നീട് നമ്മൾ ഒരു വർഷത്തിന് ശേഷം പിന്നീട് മൂന്നാമത്തെ വർഷമാണ് നമ്മൾ കായ്ക്കാൻ വേണ്ടിയിട്ടുള്ള വളപ്രയോഗം ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മൂന്നാമത്തെ വർഷം നമ്മൾ ഇതുപോലെ നമ്മൾ മെയ് മാസം അല്ലെങ്കിൽ ജൂൺ മാസങ്ങളിൽ ഇതേപോലെ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? രാസവളം കൊടുക്കേണ്ടതുണ്ട്. അതെങ്ങനെ ചെയ്യണം? ആദ്യം എല്ലുപൊടിയും ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും കൊടുക്കുക. ഇതേപോലെ തടകെടുത്ത് കൊടുത്തതിന് ശേഷം ഒരു 1-2 മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മൾ ജൂൺ മാസങ്ങളിൽ ആ വളപ്രയോഗം ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അതിനുശേഷം നമ്മൾ ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ 2-3 മാസങ്ങൾക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? രാസവളം കൊടുക്കേണ്ടതുണ്ട്. അതായത് റംബുട്ടാൻ തൈകൾ പോലുള്ള തൈകൾക്ക് പൊട്ടാഷിൻ്റെ ഇത് കിട്ടണം, പൊട്ടാഷ് കിട്ടണം. പൊട്ടാഷ് എങ്ങനെ കിട്ടണം? നമ്മൾ ജൈവവളത്തിൽ നിന്ന് നമുക്ക് പൊട്ടാഷ് കിട്ടില്ല. പൊട്ടാഷ് നമ്മുടെ ചാരത്തിൽ മാത്രമേ ഉള്ളൂ. അതിന് ചെറിയൊരു അളവിൽ ചെറിയൊരു ശതമാനം മാത്രമേ നമുക്ക് പൊട്ടാഷ് ചാരത്തിൽ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് ചാരം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാഷ് കിട്ടില്ല. പൊട്ടാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ റംബുട്ടാൻ പൂക്കുകയും നന്നായിട്ട് കായ്ക്കുകയും ചെയ്യുള്ളൂ. അതുപോലെ പൊഴിച്ചൽ, ചിലവരൊക്കെ പറയുന്നതാണ് കായ് പൊഴിച്ചലുണ്ട് എന്നുള്ളത്. അതൊക്കെ നമ്മൾ പൊട്ടാഷിൻ്റെ കുറവുകൾ കൊണ്ടാണ്. റംബുട്ടാൻ്റെ ഇലകളുടെ സൈഡ് ഭാഗം ചിലവർക്ക് കാണാൻ പറ്റും, സൈഡ് ഭാഗം കരിഞ്ഞിട്ടുണ്ടാവും. ഈ കരിയുന്നതൊക്കെ പൊട്ടാഷ് കുറവായുള്ളത് കൊണ്ടാണ്. പൊട്ടാഷ് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ റംബുട്ടാൻ പൂക്കുകയും നന്നായിട്ട് കായ്ക്കുകയുള്ളൂ, പൊഴിച്ചൽ നിൽക്കുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഒന്നുകിൽ പൊട്ടാഷ് നമുക്ക് സെപ്പറേറ്റ് വളക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ പൊട്ടാഷ് അടങ്ങിയ NPK നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതായത് 18 ഇപ്പം നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് വളക്കടയിൽ പറഞ്ഞാൽ മതി. 1 കിലോയ്ക്ക് ഏകദേശം 35 രൂപയേ അതിൻ്റെ റേറ്റ് ഉള്ളൂ. അതൊരു 1/2 കിലോ വാങ്ങിച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക? ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വേരിൽ നിന്ന് കുറച്ച് അകലം പാലിച്ചിട്ട്, ഒരു 2-3 അടി അകലം പാലിച്ചിട്ട്, വേരിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കരുത്, അകലം പാലിച്ചിട്ട് നമ്മൾ റൗണ്ടിൽ ഇതുപോലെ പൊട്ടാഷ്യം കൂടി നമ്മളിന്ന് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. പിന്നീട് നമ്മളൊരു വളപ്രയോഗവും നമ്മുടെ റംബുട്ടാന് ചെയ്യേണ്ടത് ആവശ്യമില്ല. ഇത്രയേ നമ്മൾ റംബുട്ടാൻ്റെ പരിചരണത്തിന് ആവശ്യമുള്ളൂ. മറ്റുള്ള ചെടികൾ പോലെ ഒരുപാട് പരിചരണങ്ങൾ നമ്മുടെ റംബുട്ടാന് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യം വളപ്രയോഗം ചെയ്യുക. കായ്ക്കുന്ന തൈകൾക്ക്. കായ്ക്കാത്ത തൈകൾക്കാണെങ്കിൽ ഒറ്റ പ്രാവശ്യം വളപ്രയോഗം ചെയ്താൽ മതി. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇഷ്ടം പോലെ ഇതുപോലെ നിങ്ങൾക്ക് റംബുട്ടാൻ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഈ ഒരു തൈയിൻ്റെ മുകളിൽ നിന്ന്, ഈ 3 വർഷം മാത്രം പ്രായമായ ഈ തൈയിൻ്റെ മുകളിൽ നിന്ന് പൊട്ടിച്ചെടുത്ത നമ്മുടെ റംബുട്ടാൻ പഴങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു വലിയൊരു ചട്ടിയിൽ ഇതാ എടുത്തിട്ട് പൊന്തുന്നില്ല, ഒരു 10-20 കിലോ പഴമുണ്ട്. ഇത് ഈ ഒരു പ്ലാന്റിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ് ഈ കാണുന്നത്. നമുക്ക് ഇതുപോലെ നമ്മുടെ ഒരു വീട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കാരണവശാലും ഡ്രമ്മിലൊന്നും റംബുട്ടാൻ സെറ്റ് ചെയ്യാൻ നിൽക്കരുത്. നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണ് ഭാഗത്ത് നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു രീതിയിൽ നമുക്കൊരു പ്ലാന്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട്, നമുക്കിത് 3 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയിപ്പം വർഷം കഴിയുന്നതിന് നമുക്ക് കൂടുതൽ നമുക്ക് പഴങ്ങൾ ലഭിക്കും. ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് പഴങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഫേസ്ബുക്കിൽ നിന്നോ ഇൻസ്റ്റയിൽ നിന്നോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.